ഹായ് ഗൈസ്, വാട്ട് എ മൂവി. നമ്മൾ തല അജിത് കുമാറും തൃശ്ശിയും കൂടിയുള്ള വിടാമുയർച്ചയെ കുറിച്ച് അഭിപ്രായം പറയാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുണ്ട്. ശരിക്കും ഒരു ഹോളിവുഡ് പടം എക്സാക്ട്ലി ബേക്ക് ചെയ്ത പോലെയുണ്ട്. ഒരു ഓവർ ആക്ടിങ്ങിന്റെയോ ഹീറോയിസത്തിന്റെയോ ഒന്നിനും സ്പേസ് പടത്തിന് കൊടുത്തിട്ടില്ല. പടം തുടക്കം മുതൽ ഒടുക്കം വരെ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. എവിടെയും ഗ്രിപ്പ് വിടാതെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഈ പടത്തിന്റെ ഹൈലൈറ്റ് പാർട്ട് പറഞ്ഞതിന്റെ മേക്കിംഗ് ആണ്. കിടുവായിട്ടുണ്ട് മേക്കിംഗ്. ഇത് 1997 അമേരിക്കൻ ക്രൈം ത്രില്ലർ പടം ബ്രേക്ക് ഡൗണിന്റെ റീമേക്ക് ആണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ആവാനൊരു സാധ്യതയുണ്ട്. കാരണം പടം കാണാൻ നമുക്കറിയാം എവിടെയും ഒരു സാധാരണ പടത്തിന്റെ ഒരു ഹീറോയിസം കാണിക്കുന്ന സീനുകളൊന്നുമില്ല. വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വിഷയത്തിലോട്ട് വന്നിട്ട് ഫസ്റ്റ് സീൻ തൊട്ട് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സീനും ഈ പടത്തിൽ ഇമ്പോർട്ടന്റ് ആണ്, വിട്ടുപോകാൻ പാടില്ലാത്തതാണ്. ഭയങ്കര പിടിച്ചെടുത്തുന്ന മേക്കിംഗ് തന്നെയാണ് ഫസ്റ്റ് പറയേണ്ട കാര്യം. പിന്നെ തല അജിത് കുമാർ 2 വർഷത്തിന് ശേഷം ചെയ്യുന്ന പടമാണ്. തൊനിവ് എന്നുള്ളൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്രയും ഒരു പേര് കിട്ടുന്നുണ്ടായില്ല. ആ ഒരു കാത്തിരിപ്പ് കൂടെ പടത്തിലുണ്ട്. പക്ക തല അജിത് ഫാൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു പടമാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ട്ഫുൾ ആണ്. കാരണം തലയുടെ ഒരു സ്വാഗ് കാണിക്കുന്ന ഭയങ്കര സീൻസ് ഒരുപാടൊന്നുമില്ല, കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ ആ സിനിമക്ക് വേണ്ട രീതിയിലാണ്. എന്ന് വെച്ചാൽ ഓവർ സംഭവം ഒന്നും ആക്കാതെ അത് വേണ്ടതായിട്ടുള്ള ഒരു സ്വാഗ് ഒക്കെ കൊടുത്ത് ഉള്ള രീതിയിലുള്ള അഭിനയം. തല കിടിലായി അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ഇമോഷണൽ ആവുന്ന സീൻസ് ഉണ്ട്, സീരിയസ് ആയിട്ട് നിൽക്കേണ്ട സീൻസ് ഉണ്ട്, ഭയങ്കര നമ്മൾ മെന്റലി ലോസ്റ്റ് ആയി പോയെന്ന് ഭയങ്കര മൈൻഡ് ഔട്ട് ആവുന്ന സീൻസുകൾ ഉണ്ട്. ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് അജിത്തിന് അഭിനയിക്കാനുള്ള സീൻ ഉണ്ട്. എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് കുറച്ചുകൂടെ സ്റ്റണ്ട് ആക്ഷൻ സീനുകൾ വരാൻ പോകുന്നില്ല. ഫസ്റ്റ് ഹാഫ് ത്രില്ലടിപ്പിച്ചേക്കുന്ന സംഭവമാണ്. സെക്കൻഡ് ഹാഫും അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു ആക്ഷൻ ത്രില്ലർ പടത്തിനപ്പുറം ഒരു കഥയുണ്ട്, നല്ല മേക്കിംഗ് ആയിട്ടുണ്ട്, കിടുവാക്കിയിട്ടുണ്ട്. മകിഴ് തിരുമേനിയുടെ ഡയറക്ഷൻ ആക്ഷൻ മാത്രമല്ല, ഇമോഷണൽ ആയ ഡ്രാമാറ്റിക് ആയ സീൻസ് ഒക്കെ ഉണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് ഡയറക്ഷൻ. അതുപോലെ കിടുവാക്കിയിട്ടുണ്ട്. ഓം പ്രകാശിന്റെ സിനിമാറ്റോഗ്രാഫി അടിപൊളി, ഷോട്ട് എല്ലാം അടിപൊളിയായി വെച്ചിട്ടുണ്ട്. പടത്തിന് എവിടെ എക്സാഗ്രേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. നന്നായിട്ട് പടത്തിന്റെ പേസ് നിർത്തി നന്നായി കൊണ്ടുപോയിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്, നല്ല പിടിച്ചിരുന്ന സ്ക്രിപ്റ്റ് ആയിട്ടുണ്ട്. മകിഴ് തിരുമേനി തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്, നന്നായിട്ടുണ്ട്. അതുപോലെ പറയുന്ന എഡിറ്റിംഗ് ഭയങ്കര ഷാർപ്പ് കട്ടുകളും സാധനങ്ങളൊക്കെ നമുക്ക് സിനിമയിൽ കാണാം. NB ശ്രീകാന്താണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. കിടു എഡിറ്റിംഗ് ആയിട്ടുണ്ട്. ഈ കാറിന്റെ ഉള്ള ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അജിത്തും കുറച്ച് ഈ ഗുണ്ടാ സെറ്റും ചേർന്നിട്ടുള്ള ഒരു അടി സീനുകളുണ്ട്. എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല ആക്ഷൻ ത്രിൽ സീനുകൾ കാണാനുണ്ട്. അതുപോലെ ഗംഭീരാക്കിയിട്ടുണ്ട്. അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഡിഫറെന്റ് ആയ ടോൺ പിടിച്ചിട്ടാണ് അനിരുദ്ധിന്റെ മ്യൂസിക്. തല വരുമ്പോഴുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ തന്നെ അർജുൻ സർജ വരുമ്പോഴുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം പടത്തിന് ഒരു ഐഡന്റിറ്റി കൊടുക്കുന്ന ഒരു മ്യൂസിക് ആയിട്ടുണ്ട്. കിടുവാക്കിയിട്ടുണ്ട്. സുപ്രീം സുന്ദറാണ് ഇതിന്റെ സ്റ്റാൻഡ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. നല്ല ആക്ഷൻ സീക്വൻസുകൾ കാണാനുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് അല്ല, നമ്മൾ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ സീൻ ഒന്നും ഇല്ലെങ്കിലും ഓൾ ടുഗദർ മൊത്തം ആക്ഷൻ കൊറിയോഗ്രാഫി നന്നായിട്ടുണ്ട്. പിന്നെ ഈ ഒരു പടത്തിന് പിടിച്ച ടോണാണ് ബ്ലാക്കും ബ്രൗണും ഒരു ആഷ് കളറൊക്കെ. ആ ഒരു കളർ ടോണാണ് പടം മൊത്തമുള്ളത്. തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ എവിടെയും ഭയങ്കര ഒരു വിവിഡ് ആയ അല്ലെങ്കിൽ ഭയങ്കര ബ്രൈറ്റ് ആയ കളേഴ്സ് ഒന്നും വെക്കാതെ എവിടെയും ഫോക്കസ് ഔട്ട് ആവാതെ അതിപ്പോ നമ്മൾ കളർ ടോണിലും ലൈറ്റിലും എല്ലാത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു റോഡ് മൂവി കാണുന്ന ഒരു ഫീൽ ഉണ്ടാവും. ഒരുവിധം എല്ലാ സീനും റോഡിലാണ്. റോഡ് മൂവി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അതിന്റെ രസം കൂടെ പടം തരും. പിന്നെ ഒരുപാട് കാർ ചേസ് ഫൈറ്റ് ഒക്കെ ഉണ്ട്. അത് തല ചെയ്യുന്ന കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു. കാരണം കാർ റേസ് സംഭവങ്ങളോട് ഭയങ്കര പാഷനുള്ള ഈ അടുത്ത് തന്നെ ഇപ്പൊ തല ഒരു കാർ റേസിംഗിൽ പോയിട്ട് പ്രൈസ് അടിച്ചിരിക്കുവാണ്. അതിനോട് അത്രയും പാഷനുള്ളതുകൊണ്ട് തന്നെ ഇത് കാണാൻ ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് അഭിനയിക്കാനുള്ള സീനുകളുണ്ട്. ഫസ്റ്റ് ഹാഫിലുണ്ട് ഇമോഷണൽ ആവുന്ന സീനുകളും അതുപോലെ മൈൻഡ് മൊത്തം ലോസ്റ്റ് ആവുന്ന ഒരുപാട് സീനുകളും നമ്മൾ സെന്റിമെന്റൽ ആവുന്ന സീനും നല്ല സ്വാഗ് ഉള്ളതും ആക്ഷൻ നല്ല അടിപൊളിയായിട്ട് എല്ലാം അടിപൊളിയായി കൊണ്ടുവന്നിട്ടുണ്ട് തല. നമ്മൾ ഇതുവരെ കണ്ടത് തലക്ക് ഭയങ്കര ഹീറോയിസം സംഭവമാണ് കാണിക്കുന്ന പടങ്ങളാണ്. ഇതങ്ങനെയല്ല, ഭയങ്കര റിയലിസ്റ്റിക് ആണ് പടം. ഇത് ഫുൾ ആൻഡ് ഫുൾ ഒരു തല മൂവിയാണ്. എല്ലാം തലയുടെ പാസ്റ്റ് പ്രസന്റ് എന്നുള്ള രീതിയിലാണ്. പിന്നെ തൃഷയുടെ റോള് ഫസ്റ്റ് ഹാഫിലാണ് കുറച്ചും കൂടി ഉള്ളത്. കാരണം പാസ്റ്റും സംഭവങ്ങളൊക്കെ കാണിക്കുമ്പോൾ തൃഷയ്ക്ക് അതിലാണ് കുറച്ചും കൂടി ചെയ്യാനുള്ളത്. സെക്കൻഡ് ഹാഫിൽ അത്രയൊന്നും സ്ക്രീൻ പ്രസൻസ് ഇല്ല. പ്രാധാന്യമുള്ള റോൾ തന്നെയാണ്, പക്ഷെ അത്രയും സ്ക്രീനിൽ കാണുന്നില്ല. ഉള്ള ഭാഗം നന്നായിട്ട് തൃഷ ചെയ്തിട്ടുണ്ട്. പിന്നെ അർജുൻ സർജ പറയാനില്ല, ഭയങ്കര സ്വാഗായിരുന്നു, ഭയങ്കര ആറ്റിറ്റ്യൂഡായിരുന്നു, കിടു ലുക്കായിരുന്നു. പിന്നെ അതുപോലെ റെജീന കസാന്ദ്രയും നല്ലൊരു റോളിൽ വരുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഗുണ്ട സെറ്റില്. അപ്പൊ ഓൾ ടു പറഞ്ഞ കിടു പടം തിയേറ്ററിൽ പോയി കാണാനുണ്ട്. ഒരു റോഡ് ആക്ഷൻ ത്രില്ലർ പടം കാണണമെങ്കിൽ പോയി കാണാൻ പറ്റുന്ന പടമാണ്. നല്ല പടമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടോ? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? തലേൻ്റെ ഒരു തിരിച്ചുവരവായിട്ടുണ്ടോ ഈ പടം? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായം? താഴെ കമന്റ് ചെയ്യണേ, മറക്കല്ലേ കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ ആരും കമന്റ് ഒന്നും അടി ചെയ്യുന്നില്ലേ? അപ്പൊ ലൈക്കും കമന്റും ചെയ്യണേ, മറക്കല്ലേ. അപ്പൊ അത്രയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ നെക്സ്റ്റ് ടൈം കാണാം.